ഇറാൻ US സംഘർഷമാകട്ടെ അത് മറ്റൊരു തലത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയെ കൂടുതൽ നാണക്കേടിലേക്ക് തള്ളിവിടുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇറാനെ ആക്രമിക്കാൻ മിഡിൽ ഈസ്റ്റിൽ വിന്യസിപ്പിച്ചിരിക്കുന്ന കപ്പലുകൾ കൂടുതൽ അപാകതകൾ ഉള്ളതായി തന്നെയുള്ള വിലയിരുത്തൽ പുറത്തുവരുന്നു. അവിടെയാകട്ടെ ആവശ്യത്തിനായി ബാത്റൂമുകൾ ഉപയോഗിച്ച് തിരിച്ചിറങ്ങാൻ ശ്രമിച്ചാൽ അതിനുള്ളിൽ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ എല്ലാം തന്നെ റെഡിയായിരിക്കുന്നു. പടക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് വിന്യസിപ്പിച്ചിരിക്കുന്നു. പക്ഷേ അമേരിക്കൻ നാവികർ കുടുങ്ങിയിരിക്കുന്നത് ബാത്റൂമിലാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്തയോട് പ്രതികരിക്കുന്നവർ കൂടുതലായി തന്നെ കമന്റുകൾ രേഖപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാനെതിരെ 2003 ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസവുമായി അമേരിക്ക പശ്ചിമേഷ്യയിലാകട്ടെ നിലയുറപ്പിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ലോകത്തിന് മുന്നിൽ വലിയ രീതിയിൽ നാണം കെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതായത് ലോകത്തെ ഏറ്റവും ചിലവേറിയ US പടക്കപ്പലായ USS ജെറാൾഡ് R. ഫോർട്ടിയർ ആകട്ടെ അതിലുണ്ടായിരുന്ന നാവികർ നേരിടുന്നത് തികച്ചും വിചിത്രമായ പ്രതിസന്ധികളാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അമേരിക്കയെ പരിഹസിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ അവർ പറയുന്നത് ബാത്റൂം വാർ എന്ന പേരിൽ വൈറലായ ഈ സംഭവം വെറും ഒരു തമാശ മാത്രമല്ല, മറിച്ച് $13 ബില്യൺ മുടക്കി നിർമ്മിച്ച കപ്പലിലെ ഗുരുതരമായ ഒരു വാസ്തുവിദ്യാ പിഴവ് കൂടിയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനെതിരായ യുദ്ധസന്നാഹങ്ങൾക്കിടയിൽ പോലും കപ്പലിലെ ശുചിമുറികൾ തകരാറിലായത് വലിയ രീതിയിൽ വിഷമാവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു രീതി കണ്ടുവരികയാണ്. അതുപോലെ തന്നെ 1000-ഓളം സൈനികരുള്ള കപ്പലിൽ വെറും 650 ടോയ്ലറ്റുകൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇതിൽ ഭൂരിഭാഗവും ഇപ്പോൾ പ്രവർത്തനരഹിതമായി തന്നെ കിടക്കുകയുമാണ്. കപ്പലിലെ വാക്യൂം പമ്പിംഗ് ആകട്ടെ ആ സംവിധാനത്തിലെ പിഴവുകൾ കാരണം ടോയ്ലറ്റുകൾ അടഞ്ഞു പോകുന്നതും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതും പതിവ് കാഴ്ചയായി തന്നെ മാറുന്നു. ഇത് പരിഹരിക്കാനാകട്ടെ എഞ്ചിനീയറിംഗ് വിഭാഗം അവിടെ 19 മണിക്കൂർ വരെ ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യേണ്ടി വരുന്നുവെന്നും തുടർച്ചയായ സൈനിക വിന്യാസം കാരണം അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാതിരിക്കുന്നതാണ് ഈ സ്ഥിതി കൂടുതലായി തന്നെ വഷളാക്കുന്നത്. യുദ്ധം പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴും ഈ ഒരു രീതിയിൽ സാനിറ്ററി പ്രതിസന്ധി സൈനികരുടെ മനോവീര്യത്തെ തന്നെ കൂടുതലായി ബാധിക്കുമെന്ന ആശങ്കകൾ അടക്കമാണ് ഉയർന്നു കേൾക്കുന്നത്. അതേസമയം യുദ്ധസന്നാഹങ്ങൾ ഒട്ടും കുറയ്ക്കാൻ അമേരിക്ക തയ്യാറല്ല എന്നതാണ് മറ്റൊരു വസ്തുത. USS ഫോർട്ടിയർ പുറമെ തന്നെ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും അതിലാകട്ടെ 100-ലധികം യുദ്ധവിമാനങ്ങളും ഇറാനെ വളഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് ഉടൻ തന്നെ രാജ്യം വിടാൻ പോലും ഇന്ത്യൻ എംബസി അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരോടും അവരവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ ഇപ്പോഴും കൂടുതലായി തന്നെ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അന്ത്യശാസനം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ ജനീവയിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ അവിടെ വലിയ രീതിയിലുള്ള സന്നാഹങ്ങളാണ് അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭൂമിക്കടിയിൽ കോൺക്രീറ്റ് കവചങ്ങൾ തീർത്തുകൊണ്ട് അമേരിക്കൻ മിസൈലുകളെ നേരിടാൻ ഇറാനും ഇതോടൊപ്പം തന്നെ സജ്ജമാവുകയും ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ പ്ലംബിംഗ് തകരാറുകൾ മൂലം വലയുന്ന പടക്കപ്പലുകൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ബാത്റൂം യുദ്ധം അത് ആഗോള മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും പരിഹാസ രൂപേണ തന്നെ പല രീതിയിലുമുള്ള കമൻറ്റുകൾ അവിടെ കുറിക്കുകയും ചെയ്തതായും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.